वासुदेवाय धन्वन्तरये अमृतकलशहस्ताय सर्वमयविनाशनाय त्रैलोक्यनाथाय श्रीमहाविष्णवे नमः। अस्मिन् परात्मन्ननुपात्मकल्पे तुमित्थमित्थाविदपद्मयोनिः अनन्तभूमामरोगराशिं निरुन्ति वातालयवासविष्णो। ॐ नमो भगवते वासुदेवाय। ॐ श्रीकृष्णपरमात्मने नमः। Today we are going to read sloka 6 to 10 in the 35th ദശകം ഓഫ് ശ്രീമൻ നാരായണീയം. ശ്രീമൻ നാരായണീയത്തിലെ 35ാമത്തെ ദശകത്തിൽ 6ാമത്തെ ശ്ലോകം തൊട്ട് 10ാമത്തെ ശ്ലോകം വരെയാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത്. സൗമിത്രേ തു അത്ര ശക്തി പ്രഹൃതികളത് അസുഹു ബാലജാനീതശൈല ഘ്രാണാത് പ്രാണാനുപേതഃ പ്രകരണത കുസൃതി ശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃദ സ്തംഭനകുംഭകർണം സംപ്രാപ്തം കമ്പിതൂർവീതലം അഖിലജമുപക്ഷിണം വൃക്ഷിണോ ത്വം. സൗമിത്രേഹി തു അത്ര ശക്തി പ്രകൃതികളത് അസുഹു ബാലജാനീതശൈല ഘ്രാണാത് പ്രാണാദുപേതഃ പ്രകരണത കുസൃതി ശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃദ സ്തംഭനകുംഭകർണം സംപ്രാപ്തം കമ്പിതോർവിതലം അഖിലജമുപക്ഷിണം വൃഷിണോ ത്വം. സൗമിത്രീ തത്ര ശക്തി പ്രകൃതികളദസു അസ്യ വാദജാനീതശൈല ഘ്രാണാത് പ്രാണാദുപേതഃ വ്യാഘ്രണത കുസൃതി ശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണഭജനഹൃദ സ്തംഭനകുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലം അഖിലജമുപക്ഷിണം പ്രക്ഷിണോ ത്വം. അവിടെ യുദ്ധത്തിനിടയിൽ ലക്ഷ്മണനാകട്ടെ രാവണൻ്റെ ശക്തിയേറ്റ് ഗതപ്രാണനായി ഹനുമാനാൽ കൊണ്ടുവരപ്പെട്ട ഔഷധി പർവ്വതത്തിൻ്റെ അഘ്രാണ നിമിത്തം വീണ്ടും ജീവൻ ലഭിച്ച് മായാബലത്തെ പുകഴ്ത്തിപ്പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ദ്രജിത്തിനെ വധിച്ചു. അവിടെ യുദ്ധത്തിനിടയിൽ ലക്ഷ്മണനാകട്ടെ രാവണൻ്റെ ശക്തിയേറ്റ് ഗതപ്രാണനായി ഹനുമാനാൽ കൊണ്ടുവരപ്പെട്ട ഔഷധി പർവ്വതത്തിൻ്റെ ആഘ്രാണ നിമിത്തം വീണ്ടും ജീവൻ ലഭിച്ച് മായാബലത്തെ പുകഴ്ത്തിപ്പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ദ്രജിത്തിനെ വധിച്ചു. നിന്തിരുവടി രാക്ഷസമായയാൽ ക്ഷോഭങ്ങൾ ഉണ്ടാവുമ്പോഴെല്ലാം വിഭീഷണൻ്റെ വാക്കിനാൽ നശിപ്പിക്കപ്പെട്ട മോഹത്തോടു കൂടിയവനായി ഭൂമിയെ കുലുക്കിക്കൊണ്ട് വന്നെതിരിട്ടവനും സൈന്യങ്ങളെയെല്ലാം ഭക്ഷിക്കുന്നവനുമായ കുംഭകർണനെ വധിച്ചു. നിന്തിരുവടി രാക്ഷസമായയാൽ ക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം വിഭീഷണൻ്റെ വാക്കിനാൽ നശിപ്പിക്കപ്പെട്ട മോഹത്തോടു കൂടിയവനായി ഭൂമിയെ കുലുക്കിക്കൊണ്ട് വന്നെതിരിട്ടവനും സൈന്യങ്ങളെയെല്ലാം ഭക്ഷിക്കുന്നവനുമായ കുംഭകർണനെ വധിച്ചു. 7ാമത്തെ ശ്ലോകം. ഗൃഹ്ണഞ്ചം പാരി സംപ്രേഷിതരഥ കവചൗ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണ അസ്യ ബിന്ദൻ ഗളതതിം അബലാം അഗ്നിശുദ്ധാം പ്രഗൃഹണൻ ദേവശ്രേണി വര ഉജ്ജീവത സമരമൃതൈഃ അക്ഷതൈഃ ഋക്ഷസംഗൈഃ ലങ്കാഭർത്രാ ച സാകം നിജസകരം അഗാഹ സപ്രിയ പുഷ്പകേണ. ഗൃഹ്ണൻ ജംബാരി സംപ്രേഷിത രഥകവചൗ രാവണേന അഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണ അസ്യ ബിന്ദൻ ഗളതതിം അബലാം അഗ്നിശുദ്ധാം പ്രഗൃഹണൻ ദേവശ്രേണി വര ഉജ്ജീവത സമരമൃതൈഃ അക്ഷതൈഃ ഋഷസംഗൈഃ ലങ്കാഭർത്രാ ച സാകം നിജനഗരം അഗാഹ സപ്രിയ പുഷ്പകേണ. ഗൃഹ്ണൻ ജംബാരി സംപ്രേഷിത രഥകവചൗ രാവണേന അഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണ അസ്യ ബിന്ദൻ ഗളതതിം അബലാം അഗ്നിശുദ്ധാം പ്രഗൃഹണൻ ദേവശ്രേണി വരോജ്ജീവത സമരമൃതൈഃ അക്ഷതൈഃ ഋക്ഷസംഗൈഃ ലങ്കാഭർത്രാ ച സാകം നിജനഗരം അഗാഹ സപ്രിയ പുഷ്പകേണ. ഗൃഹ്ണൻ ജംബാരി സംപ്രേഷിത രഥകവചൗ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണ അസ്യ ബിന്ദൻ ഗളതതി ബലാം അഗ്നിശുദ്ധാം പ്രഗൃഹണൻ ദേവശ്രേണി വരോജ്ജീവിത സമരമൃതൈഃ അക്ഷതൈഃ ഋഷസംഗൈഃ ലങ്കാഭർത്രാ ച സാകം നിജനഗരം അഗാഹ സപ്രിയ പുഷ്പകേണ. നിന്തിരുവടി ദേവേന്ദ്രൻ അയച്ചു തരുന്ന തേരിനെയും കവചത്തെയും സ്വീകരിച്ച്
രാവണനോട് നേരിട്ട് പൊരുതി ബ്രഹ്മാസ്ത്രം കൊണ്ട് അവൻ്റെ 10 തലകളെയും അറുത്ത് അഗ്നിയിൽ പ്രവേശിച്ച് പരിശുദ്ധിയായ സീതാദേവിയെ പരിഗ്രഹിച്ച് യുദ്ധത്തിൽ മരിച്ചിരുന്നവരും ദേവന്മാരുടെ വരപ്രസാദം കൊണ്ട് ജീവിപ്പിക്കപ്പെട്ടവരും ദേഹത്തിൽ യാതൊരുവിധ വ്രണവുമില്ലാത്തവരുമായ വാനര സൈന്യങ്ങളോടും ലങ്കാധിപനായ വിഭീഷണനോടും പ്രിയതമയോടും കൂടി പുഷ്പക വിമാനത്തിൽ തൻ്റെ രാജ്യത്തിലേക്ക് യാത്രയായി. നിന്തിരുവടി ദേവേന്ദ്രൻ അയച്ചു തരുന്ന തേരിനെയും കവചത്തെയും സ്വീകരിച്ച് രാവണനോട് നേരിട്ട് പൊരുതി ബ്രഹ്മാസ്ത്രം കൊണ്ട് അവൻ്റെ 10 തലകളെയും അറുത്ത് അഗ്നിയിൽ പ്രവേശിച്ച് പരിശുദ്ധിയായ സീതാദേവിയെ പരിഗ്രഹിച്ച് യുദ്ധത്തിൽ മരിച്ചിരുന്നവരും ദേവന്മാരുടെ വരപ്രസാദം കൊണ്ട് ജീവിപ്പിക്കപ്പെട്ടവരും ദേഹത്തിൽ യാതൊരുവിധ വ്രണവുമില്ലാത്തവരുമായ വാനര സൈന്യങ്ങളോടും ലങ്കാധിപനായ വിഭീഷണനോടും പ്രിയതമയോടും കൂടി പുഷ്പക വിമാനത്തിൽ തൻ്റെ രാജ്യത്തിലേക്ക് യാത്രയായി. 8ാമത്തെ ശ്ലോകം. പ്രീതോ ദിവ്യാഭിഷേകൈഃ അയുധസമധികാൻ വത്സരാൻ പര്യരംസീഃ മൈഥില്യാം പാപവാചാ ശിവ ശിവ കില താം ഗർഭിണീം അഭ്യഹാസീഃ ശത്രുഘ്നേന അർദ്ധയിത്വാ ലവണനിശിചരം പാർദേഹ ശുദ്രപാശം താവത് വാൽമീകിഗേഃ കൃതവസതീഃ ഉപാസുത സീതാസുതാൽതേ. പ്രീതദിവ്യാഭിഷേകൈഃ അയുധസമധികാൻ വത്സരാൻ പര്യരംസീഃ മൈഥില്യാം പാപവാചാ ശിവ ശിവ കില താം ഗർഭിണീം അഭ്യഹാസീഃ ശത്രുഘ്നേന അർദ്ധയിത്വാ ലവണനിശിചരം പാർഥയ ശുദ്രപാശം താവത് വാൽമീകിഗേഃ കൃതവസതീഃ ഉപാസുത സീതാ സുത്രൗ തേ. 8ാമത്തെ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. പ്രീതോ ദിവ്യാഭിഷേകൈ ആയുധസമിത മത്സരാൻ പര്യരംസീഃ മൈഥില്യാം പാപവാചാ ശിവ ശിവ കില താം ഗർഭിണീം അഭ്യഹാസീഃ ശത്രുഘ്നേന യർദ്ധയിത്വാ ലവണനിശിചരം പാർഥയ ശുദ്രപാശം താവത് വാൽമീകിഗേഃ കൃതവസതീഃ ഉപാസുത സീതാസുതൗ തേ. നിന്തിരുവടി ദിവ്യങ്ങളായ അഭിഷേകങ്ങളാൽ സന്തുഷ്ടനായി 10,000-ത്തിലധികം സംവത്സരക്കാലം സുഖമായി വാണു. സീതാദേവിയെ പറ്റിയുള്ള ലോക അപവാദം കൊണ്ട് ഗർഭിണിയായ ആ ദേവിയെ ഉപേക്ഷിച്ചുവത്രേ. കഷ്ടം. ശത്രുഘ്നനെ കൊണ്ട് ലവണാസുരനെ നിഗ്രഹിച്ച് ശുദ്രനായ ജംബുകനെ വധിച്ചു. ആ സമയം വാൽമീകിയുടെ ആശ്രമത്തിൽ പാർത്തു വന്നിരുന്ന സീതാദേവി അങ്ങയുടെ 2 പുത്രന്മാരെ പ്രസവിച്ചു. നിന്തിരുവടി ദിവ്യങ്ങളായ അഭിഷേകങ്ങളാൽ സന്തുഷ്ടനായി 10,000-ത്തിലധികം സംവത്സരക്കാലം സുഖമായി വാണു. സീതാദേവിയെ പറ്റിയുള്ള ലോക അപവാദം കൊണ്ട് ഗർഭിണിയായ ആ ദേവിയെ ഉപേക്ഷിച്ചുവത്രേ. കഷ്ടം. ശത്രുഘ്നനെ കൊണ്ട് ലവണാസുരനെ നിഗ്രഹിച്ച് ശുദ്രനായ ജംബുകനെ വധിച്ചു. ആ സമയം വാൽമീകിയുടെ ആശ്രമത്തിൽ പാർത്തു വന്നിരുന്ന സീതാദേവി അങ്ങയുടെ 2 പുത്രന്മാരെ പ്രസവിച്ചു. 9ാമത്തെ ശ്ലോകം. വാൽമീകി തത്സുദുദ്ഘാപിതമധുരകൃതേ ആജ്ഞയാ യജ്ഞവാടേ സീതാ ത്വയി ആപ്തു കാമേ ക്ഷിതിം അവശത് അസൗതം ച കാല അർദ്ധിത അബൂഃ ഹേതോഃ സൗമിത്രേ ഘാതി സ്വയമത സരയൂം മഗ്നനിശേഷഭൃത്യൈഃ സാഗം നാഗം പ്രയാതഃ നിജപദം അഗമഃ ദേവ വൈകുണ്ഠമാദ്യം. വാൽമീകി തത്സുത ഉദ്ഘാപിതമധുരകൃതേ ആജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയാപ്തു കാമേ ക്ഷിതിം അവിശത് ഔസൗതം ച കല അർത്തിതഃ അബൂഃ ഹേതോഃ സൗമിത്രീ ഘാതീഃ സ്വയത സരയൂ മഗ്നനിശേഷഭൃത്യൈഃ സാഗം നാഗം പ്രയാതഃ നിജപദം അഗമഃ ദേവ വൈകുണ്ഠമാദ്യം. വാൽമീകേः തത്സുത ഉദ്ഘാപിതമധുരകൃതേः ആജ്ഞയാ യജ്ഞവാടേ സീതാ ത്വയി ആപ്തു കാമേ ക്ഷിതം അവശത് ഔസൗതം ച കാല അർദ്ധിതഃ അബൂഃ ഹേതോ സൗമിത്രീ ഘാതി സ്വയമത സരയൂ മഗ്നനിശേഷഭൃത്യൈഃ സാഗം നാഗം പ്രയാതഃ നിജപദം അഗമഃ ദേവ വൈകുണ്ഠ ആദ്യം. യാത്രശാലയിൽ അങ്ങയുടെ പുത്രന്മാരെ കൊണ്ട് രാമായണമാകുന്ന മധുരകൃതിയെ ഗാനം ചെയ്യിച്ച വാൽമീകി മാമുനിയുടെ ആജ്ഞയനുസരിച്ച് നിന്തിരുവടിയെ സീതയെ കൈക്കൊള്ളുവാനുള്ള ആഗ്രഹിച്ച സമയം ആ ദേവി ഭൂമിയിൽ പ്രവേശിച്ചു. നിന്തിരുവടിയും ധർമ്മദേവനാൽ പ്രാർത്ഥിക്കപ്പെട്ട കാരണവശാൽ ലക്ഷ്മണനെയും തിരസ്കരിച്ചവനായി അനന്തരം തന്നെത്താൻ സരയൂ നദിയിൽ മുഴുകിയ ആശ്രിത ജനങ്ങളോടുകൂടി സ്വർഗത്തിലേക്ക് ഗമിച്ചു. അല്ലേ ഭഗവാനെ, നിന്തിരുവടി സൃഷ്ടിക്ക് മുമ്പിൽ ഉള്ളതും സ്വന്തം സ്ഥാനവുമായ വൈകുണ്ഠത്തെ പ്രാപിച്ചു.
യാത്രശാലയിൽ അങ്ങയുടെ പുത്രന്മാരെ കൊണ്ട് രാമായണമാകുന്ന മധുരകൃതിയെ ഗാനം ചെയ്യിച്ച വാൽമീകി മാമുനിയുടെ ആജ്ഞയനുസരിച്ച് നിന്തിരുവടിയെ സീതയെ കൈക്കൊള്ളുവാൻ ആഗ്രഹിച്ച സമയം ആ ദേവി ഭൂമിയിൽ പ്രവേശിച്ചു. നിന്തിരുവടിയും ധർമ്മദേവനാൽ പ്രാർത്ഥിക്കപ്പെട്ട കാരണവശാൽ ലക്ഷ്മണനെയും തിരസ്കരിച്ചവനായി അനന്തരം തന്നെത്താൻ സരയൂ നദിയിൽ മുഴുകിയ ആശ്രിത ജനങ്ങളോടുകൂടി സ്വർഗത്തിലേക്ക് ഗമിച്ചു. അല്ലേ ഭഗവാനെ, നിന്തിരുവടി സൃഷ്ടിക്ക് മുമ്പിൽ ഉള്ളതും സ്വന്തം സ്ഥാനവുമായ വൈകുണ്ഠത്തെ പ്രാപിച്ചു. 10ാമത്തെ ശ്ലോകം. സഹായം മർത്യാവതാര തവകരനിയതം മർത്യശിക്ഷാർത്ഥമേവം വിശേഷാർത്ഥി നിരഘ ത്യജനം അഭിഭവേത് കാമധർമാതിസക്ത്യാം നോ ചേത് സ്വാത്മാ അനുഭൂതേഹ കൊലതു മനസഃ വിക്രിയാ ചക്രപാണി സത്വം സത്യേകമൂർത്തെ പവനപുരപതേ വ്യാധിതാപാൻ സഹായം മർത്യാവതാര തവകരനിയതം മർത്യശിക്ഷാർത്ഥമേവം വിശേഷാർത്ഥി നിരാഗത്യജനം അഭിഭവേത് കാമധർമാതിസക്ത്യാ നോ ചേത് സ്വാത്മാം അനുഭൂതേ കുനുതവ മനസഃ വിക്രിയാ ചക്രപാണേ സഹത്വം സത്യേകമൂർത്തെ പവനപുരപതേ വ്യാധിതാപാൻ സഹ അയം മർത്യ അവതാരഃ തവഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശേഷാർത്ഥി നിരാഗഃ ത്യജനമഭി ഭവേത് കാമധർമാതിസക്ത്യാ നോ ചേത് സ്വാത്മാ അനുഭൂതേഃ കൊലുതവ മനസഃ വിക്രിയാ ചക്രപാണേ സഹത്വം സത്യേകമൂർത്തെ പവനപുരപതേ വ്യാധിതാപാന്. കാമം, ധർമ്മം എന്നിവയിലുള്ള ആസക്തി നിമിത്തം വിരഹദുഃഖവും നിരപരാധികളുടെ പരിത്യാഗവും നിശ്ചയമായി ഭവിക്കും. കാമം, ധർമ്മം എന്നിവയിലുള്ള ആസക്തി നിമിത്തം വിരഹദുഃഖവും നിരപരാധികളുടെ പരിത്യാഗവും നിശ്ചയമായി ഭവിക്കും എന്നിങ്ങനെ മനുഷ്യരെ ഉപദേശിക്കുവാൻ വേണ്ടി മാത്രമാണ് നിന്തിരുവടിയുടെ ഈ മനുഷ്യ അവതാരം. അല്ലെങ്കിൽ ആത്മാരാമനായ നിന്തിരുവടിയുടെ മനസ്സിന് വികാരം എങ്ങനെ സംഭവിച്ചു? ചക്രായുധത്തെ ധരിച്ചിരിക്കുന്നവനും ശുദ്ധ സത്വസ്വരൂപവുമായ ഗുരുവായൂരപ്പ, അപ്രകാരമുള്ള നിന്തിരുവടി രോഗപീഠകളെ അകറ്റിത്തരയണമേ. കാമം, ധർമ്മം എന്നിവയിലുള്ള ആസക്തി നിമിത്തം വിരഹദുഃഖവും നിരപരാധികളുടെ പരിത്യാഗവും നിശ്ചയമായി ഭവിക്കും എന്നിങ്ങനെ മനുഷ്യരെ ഉപദേശിക്കുവാൻ വേണ്ടി മാത്രമാണ് നിന്തിരുവടിയുടെ ഈ മനുഷ്യ അവതാരം. അല്ലെങ്കിൽ ആത്മാരാമനായ നിന്തിരുവടിയുടെ മനസ്സിന് വികാരം എങ്ങനെ സംഭവിച്ചു? ചക്രായുധത്തെ ധരിച്ചിരിക്കുന്നവനും ശുദ്ധ സത്യസ്വരൂപവുമായ ഗുരുവായൂരപ്പ, അപ്രകാരമുള്ള നിന്തിരുവടി രോഗപീഠകളെ അകറ്റിത്തരയണമേ. മുഴുവൻ വായിക്കാം. രാമാവതാരം 2ാമത്തെ ഭാഗമാണ്. നീതസുഗ്രീവമൈത്രീം തദനു ഹനുമതാ ദുന്ദുപേകായമുച്ചൈഃ ക്ഷിപ്ത്വാങ്കുഷ്ടേന ഭൂയ ലുലിപിതയുഗപത്പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാത ഉദ്യതം അതുലബലം ബാലിനം വ്യാജഭൃത്യാ വർഷാവേളാമനൈഷീഃ വിരഹതരളിതത്വം മാതങ്കാശ്രമാന്തേ സുഗ്രീവേണ നിജോക്ത്യാ തവയമഭിയതാ വ്യൂഹിതാം വാഹിനീം ത്വാം വൃക്ഷാണാം ഭിക്ഷദിക്ഷു ധൃതം അദദയിതാ മാർഗണായ വനം രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാതിശപ്മോദശാലി മാർഗേ മാർഗേ മമാർഗേ കവിഭിഃ അഭിദദാ ത്വത്പ്രിയാ സപ്രയാസൈഃ തദ്വാർത്താം ആകർണന ഉദ്യത് ഗുരുത് ഉരു ജവസമ്പാതി വാക്യ പ്രവൃത്തിർണർണോദിഹി അന്തർനഗരീ ജനകജാം വീക്ഷ്യ തദാങ്കുലീയം പ്രശുദ്ധ ഉദ്യാനം അക്ഷക്ഷപണ ചണരണ സോഡബന്ധസസ്യാസ്യം ദൃഷ്ട്വാ പ്ലഷ്ട്വാ ച രംഗാം ജഡിതിഹി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ തം സുഗ്രീവാങ്കദാദിപ്രബലകപിചമചക്രവിക്രാന്തഭൂമി ചക്രാഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്ര നിജ ആശ്രിയമാണഃ തത്പ്രോക്താം ശത്രുവാർത്താം രഹസ്യ നിശമയൻ പ്രാർത്ഥന ആപ്യാർത്തരോഷ പ്രാപ്താഗ്നേയേ അസ്ത്രതേജഃ ത്രസത് ഉഗതി ഗിരാഃ ലബ്ധവാൻ മധ്യമാർഗം ഈശൈഃ ആശാന്തരോപാഹൃതഗിരിനികരൈഃ സേതുമാദാപ്യയാദഃ യാതുനി അമർദ്യദംഷ്ടാ നഗരശിഖരി ശിലാശാലസഹസ്രൈഃ സ്വസൈന്യൈഃ വ്യാകുർവൻ സാനുജത്വം സമരഭുവി പരം വിക്രമഃ ചക്രം ചേതാഃ ചേത്ര വേഗാത്നാഗാസ്ത്രബന്ധഃ പതകപതി ഗുരുത് മാരുതൈഃ മോചിതാ ഭൂഃ.
സൗമിത്രേ ത്വത്ര ശക്തി പ്രകൃതികളത് അസുഹ വാദജാനീത ശൈല ഘ്രാണാത് പ്രാണാലുപേദേഹ വ്യാകരണത കുസൃതി ശാകുലം മേഘനാഥം മായാശോഭേഷു വൈഭീഷണവചനഹൃതസ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലം അഖിലജമുഭക്ഷിണം വൃഷിണോത്വം ഗൃണ്ണൻ ജംബാരി സംപ്രേഷിതരഥകവചൗ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാശ്രേണസ്യ ബിന്ദൻ ഗളതതിം അബലാം ശഗ്നിശുദ്ധാം പഗൃഹ്ണൻ ദേവശ്രേണിവര ഉജ്ജീവത സമരമൃതൈഃ അക്ഷതൈഃ വൃക്ഷസംഗൈഃ ലങ്കാഭർत्राजसागं निजनगरम् अगाः सप्रियपुष्पकेण प्रीतदिव्याभिषेकैः आयुधसमाधिकान् वत्सरान् पूर्यरंशीः मैथिल्या पापवाजा शिवशिवकिलतां गर्भिणीम् अभ्यहासीः शत्रुघ्नेन अर्दयित्वा लवणनिशिचरं पार्श्वयः शुभ्रवासं तावत् वाल्मीकिगेः कृतवसतिः उवासृतसीतासुतौ ते वाल्मीके तत्सुतौ उद्गापितमदर वाल्मीकि तत्सूत उद्गापित मुद्रकृते आज्ञया यज्ञपाठे सीता त्वय्याप्तकामे सिद्धिमवसत् सौसौतं चकाल अर्दितभूः हेतो सौमित्रे घारी स्वयमतसरयु मग्ननिःशेषभृत्यैः साकं नागं प्रयातः निजपदम् अगमः देववैकुण्ठमाध्यम् सायं मर्त्यावतारः तव खलु नियतं मर्त्यशिक्षार्थमेवं विशेषार्थिः निरागः त्यजनमपि भवेत् कामधर्मादिशक्त्या नो चेत् स्वात्मानुभूतेः क्व न तव मनसः क्रियाचक्रपाणे सहत्वं सत्येवकमूर्ते पवनपुरे व्याधितावान्। ओं नमो भगवते वासुदेवाय। ओं श्रीकृष्णपरमात्मने नमः।